നമുക്ക് ഈശോ നൽകുന്ന തിരുവചനത്തില് പ്രത്യേകമായിട്ട് ഈശോയുടെ വലിയ കൃപ തന്നെയായ വചനത്തിന്റെ അനുഗ്രഹം, അതായത് രക്ഷയുടെ കരം, രക്ഷയുടെ ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളും നമുക്ക് അറിയണമെങ്കിൽ, അനുഗ്രഹമാക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകമായൊരു അധ്വാനം വേണം. അതായത് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മള് അത് പ്രത്യാശയോടെ കാത്തിരിക്കണം. അല്ലെ, നമ്മുടെ ആത്മീയ അധ്വാനങ്ങൾ അതിന്റെ പുറകില് അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംരക്ഷണത്തിന്റെ അനുഗ്രഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാവണത്. അല്ലെ, നമ്മളിപ്പോ വെറുതെ ജീവിച്ചങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ നമുക്ക് സംരക്ഷണം ഉണ്ടെന്ന് നമുക്കുള്ള ഉറപ്പുണ്ടോ? നമ്മുടെ ജീവിതത്തില് അപകടങ്ങള്, പ്രതിസന്ധികളെല്ലാം വരാൻ കാരണം ആകാനായിട്ടുള്ള ഒരുപാട് ചാൻസുകൾ പിശാച് കൊണ്ടൊന്ന് ഒരുക്കി തരും. അപ്പം നമുക്ക് സംരക്ഷണം കിട്ടിയില്ല എന്ന് ദൈവത്തോട് പരാതി പറയുന്നതിൽ അർത്ഥമില്ല. എന്തില്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനങ്ങൾ കുറയുന്നതനുസരിച്ച് പിശാചിന്റെ അധ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതയാത്രകളിൽ അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കും. അല്ലെ, ആരെങ്കിലും ദൈവം അധ്വാനിക്കുന്നില്ലെങ്കിൽ ആരും നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കും? പിശാച് അധ്വാനിക്കുക തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മള് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിന്റെ മേല് അധ്വാനിച്ചുകൊണ്ടിരിക്കും. ദൈവകൃപ എന്താണ്? ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്, അല്ലെ? ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്, അല്ലെ? നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ എന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് യാതൊരു കാര്യത്തിലും നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന്റെ മുകളിൽ ദൈവത്തിന്റെ വലിയൊരു കൃപയും കരുണയും നമ്മളെ ഇതുവരെ നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, എല്ലാ നന്മകളും, എല്ലാ അനുഗ്രഹങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഇത് നമ്മള് ഇന്ന് കാലഘട്ടത്തിന്റെ യാത്രകളിൽ കൂടുതലും മനുഷ്യര് മനസ്സിലാക്കിയിരിക്കുന്ന എന്താണെന്നറിയാവോ? സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ടാണ് ഇതെല്ലാം പിടിച്ചെടുത്തതെന്ന്. സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലും അറിവുകളിലും സമ്പത്തിലും കഴിവിലും ഒക്കെ ബലം പ്രാപിച്ചത് കൊണ്ടാണ് എല്ലാം എനിക്ക് നേട്ടമായി മാറിയതെന്ന, അല്ലെ? ഈശോ പറയുന്നുണ്ട്, മൂഢ, ഇന്നത്തെ ദിവസം നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്താല്, ആത്മാവിന്റെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ സംരക്ഷണവും ചോർന്നൊലിച്ചു പോകും, അല്ലെങ്കിൽ എല്ലാ കരുത്തും എല്ലാ ശക്തിയും എല്ലാ അറിവും ഒന്നുമില്ലാണ്ടായി പോകും. ആത്മാവിന്റെ മേലുള്ള തിരിച്ചറിവാണ് നമ്മുടെ എല്ലാത്തിന്റെയും മേലുള്ള സംരക്ഷണം നിലനിർത്തുന്നത്. അല്ല, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നിനക്ക് എന്ത് പ്രയോജനം എന്ന് പറയുന്നുണ്ട്, അല്ലെ? നമ്മളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി ഈ ലോകത്ത് എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും ശരിക്കും എന്താണ്, നമ്മള് എന്താണ്, കടലിനെ വറ്റിക്കാൻ നോക്കിയ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മള് താഴത്തുനിന്ന് മുകളിലേക്ക് കല്ലുരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥയില് അത് താഴേക്കത് ശരിക്കും പറഞ്ഞ വട്ടായത് കൊണ്ടൊന്നുമല്ല, അത് ശരിക്കും അതിലൊരു വേറൊരു കഥയുണ്ട്. അതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്, നമ്മൾ ജീവിതത്തിൽ കുറെ അധ്വാനിച്ച് മൂളിക്കൊണ്ട് വിടും. അവസാനം എന്താണ്, കല്ല് ഒറ്റ ഉരുട്ടലിന് താഴെ കുത്തനെ എന്ന് പറഞ്ഞ് വീഴും, അല്ലെ? അപ്പം നാറാണത്ത് ഭ്രാന്താണെന്നുള്ള രീതിയിലാണ്, പക്ഷെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ. ജീവിതത്തിന്റെ ആയുസിന്റെ ഏറ്റവും അവസാന നിമിഷം വരെ ദൈവകൃപയെ നഷ്ടപ്പെടുത്തി നമ്മുടെ സ്വന്തം അധ്വാനങ്ങള്, ബുദ്ധികളില്, പ്രവൃത്തികള്, ചിന്തകളെല്ലാം അധ്വാനിച്ച് കൂട്ടി കുഞ്ഞു കൂട്ടുന്ന കുറേ കല്ലുകൾ ഉരുട്ടി 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 മുകളിൽ കയറ്റി വെക്കും. അവസാനം ഇതെന്ത് ചെയ്യും? മുകളിലെത്തുമ്പോഴേക്കും അത് നമുക്ക് ഉപകാരപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ താഴേക്ക് കുത്തനെ ഒലിച്ചിറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ഉരുണ്ടു പോകുന്ന പോലെ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ. ഇത് നമ്മുടെ സംരക്ഷണവും നമ്മുടെ ദൈവിക അനുഗ്രഹങ്ങളെ ചോർന്നൊലിച്ചു പോകാനിടയാക്കുന്ന. അപ്പൊ നമുക്ക് ഈ ലോകത്തെല്ലാം ദൈവം തരാൻ സന്നദ്ധനാണ്, എപ്പോഴും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? ദൈവകൃപയെ വിശ്വസിക്കണം, ദൈവ ശക്തിയെ വിശ്വസിക്കണം, ദൈവമഹത്വത്തെ തിരിച്ചറിയണം. ദൈവമാണ് ഇതെല്ലാം ക്രമീകരിച്ച് കൈകാര്യം ചെയ്ത് എനിക്ക് വേണ്ടി ഒരുക്കി തരുന്നത് എന്നുള്ള ബോധ്യം നമ്മളുടെ ഈ ലോകത്തിൽ ഓരോ മനുഷ്യരും തിരിച്ചറിയുന്നത് വഴി അവനവന്റെ ജീവിതം, ആത്മാവ്
കുടുംബം, സമൂഹം എല്ലാം രക്ഷ പ്രാപിക്കുവാൻ, സംരക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയാക്കും. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പയും അതിനു മുമ്പുള്ള പാപ്പമാരും എല്ലാം എന്താണ് അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് വെച്ചാൽ അവിടെ എന്താണ് ദൈവത്തെ ആരാധിച്ച ഒരു സക്രാരി ഉണ്ട് അമ്മയുടെ ഹൃദയത്തില്, അല്ലെ? അവിടെ ഒരു വലിയൊരു സംരക്ഷണത്തിന്റെ കവചമാണ് അമ്മയുടെ ഹൃദയം. അതുകൊണ്ട് ആദ്യമായിട്ട് പെർഫെക്റ്റോടുകൂടെ ദൈവത്തെ ആരാധിച്ച ഒരു ഹൃദയമാണ് പരിശുദ്ധമ്മയുടെ ഹൃദയം. അത് അവസാനം വരെ വിജയം വരിക്കുന്നതിന്റെ കാര്യം ഇതിനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെടും. ആ ഒരു തിരിച്ചറിവോടുകൂടെയാണ് അമ്മയെ സമീപിക്കല്. അത് അമ്മയെ ആരാധിക്കാൻ വേണ്ടിയല്ല, അമ്മയുടെ പരിശുദ്ധമായ ജീവിതത്തിന്റെ അനുഗ്രഹ യോഗ്യതയിലേക്ക് നമുക്കെപ്പോൾ സുരക്ഷിതത്വം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഈശോ തന്നെയാണ് മറിയത്തെ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ലോക ജനതയ്ക്ക് മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. നമുക്ക് സംരക്ഷണം ലഭിക്കാനുള്ള ഒരുപാട് സോഴ്സുകള് ഈശോ ഈ ഭൂമിയിൽ വെച്ച് തന്നെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഒമന ബെഞ്ചം വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് മാതാവ് പറയുന്ന ഓരോ വാക്കുകൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാല് മറിയം പറയാണ്, എന്റെ ആത്മാവ് എവിടെയാണ് ആനന്ദിക്കുന്നത്? രക്ഷകനായ ദൈവത്തിൽ. വെറുതെ ഒരു ദൈവമല്ല, നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ള ശക്തിയുള്ള ദൈവിക ശക്തിയെ പൂർണ്ണമായും തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതായത് ആരുടെ സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായ പരിശുദ്ധമായ ജീവിതം കൊണ്ട് ദൈവം മറിയത്തെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. മറിയം അതുപോലെ ജീവിച്ചു. മറിയം അവസാനം വരെ ജീവിച്ചു. ജീവിതം എങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം എന്ന് കാണിച്ചു തന്ന ആദ്യത്തെ വനിത, ഈശോയ്ക്ക് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന വനിത, ഒരു മനുഷ്യ വ്യക്തിത്വം മറിയം തന്നെയാണ്. അപ്പോ ഈ അമ്മയിൽ കൂടി, മറിയത്തെ കൂടിയും നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മൾ എന്തോരം പഠിച്ചാലും അത് നമുക്ക് ഒന്നും തന്നെ പഠന പൂർത്തീകരണത്തിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ ആനന്ദം മുഴുവൻ കണ്ടെത്തിയത് അമ്മയിലല്ല, മറിയത്തിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശക്തിയിലാണ്. മറിയം എല്ലാ ദൈവീക സമ്പന്നതയും നിലനിർത്തിയത്. അതുകൊണ്ടാണ് അമ്മ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇനി കാലഘട്ടത്തിൽ തെറ്റായ കുറേ പ്രബോധകര് പറയുന്ന ചിന്തകൾ പറയുന്ന കാര്യങ്ങളുണ്ട്. മാതാവിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്, ഈശോയോട് പ്രാർത്ഥിച്ച പോരെ. പിന്നെ പറഞ്ഞു വരുന്നത് മറിയത്തെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിത്വമായിട്ടൊക്കെയാണെന്നാണ്. ശരിക്കും എന്തൊരു പൊട്ടത്തരമാണല്ലേ അങ്ങനെ. പിന്നെ മറിയ ഒരു ആരാധന പാത്രമാണെങ്കിൽ പിന്നെ മറിയ എന്തിനാ ദൈവത്തെ ആരാധിച്ചത്, അല്ലെ? അപ്പൊ എന്തോരം വിഡിത്തമാണ് മനുഷ്യരിലേക്ക് ഇളക്കി വിടുന്നത്. അപ്പൊ ദൈവത്തെ മാത്രം ആരാധിച്ചൊരു വ്യക്തിയാണ് മറിയം. മറിയത്തിന്റെ ആഗ്രഹവും ഈശോയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളത് മാത്രം. ഈശോയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസ തലത്തിൽ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു അമ്മയാണെങ്കിൽ, ഒരു അപ്പനാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കും ആഗ്രഹം?
നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടി, കുടുംബങ്ങളിൽ കൂടി, നമ്മളുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ വ്യക്തികളും എന്തായിരിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം? വിശ്വാസം. ഒരു വിശ്വാസ തലത്തില് ഈശോയെ വിശ്വസിക്കേണ്ട വെളിച്ചമായി ഞാൻ വരണം. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകാശം നമുക്കറിയാലോ, നമ്മളൊരു ഇരുട്ടറയിലേക്കാണ്. അവിടേക്ക് ഒരു പെൻ പോയിന്റിന്റെ ഒരു വെട്ടം ചെന്നാലും അതിലൊരു ആശ്വാസം തന്നെയാണ് ഇരുട്ടില്, അല്ലെ? എത്ര ഇരുട്ടാണെങ്കിലും ഒരു ചെറിയ ഡോട്ടായിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഒരു പ്രകാശം കടന്നു വന്നാല് ഇരുട്ടാണല്ലോ. ഈ ഡോട്ട്, അതായത് പിൻ പോയിന്റുള്ള ഈ പ്രകാശം എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് നമ്മള് എന്ത് ചെയ്യും? അത് ഉപകാരപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല, അല്ലെ? അതായത് നമ്മള് ഏറ്റവും ചെറിയൊരു ജീവിയാണ് എന്തെന്നാണ് മിന്നാമിനിങ്, അല്ലെ? മിന്നാമിനിങ്ങിന്റെ ആ നുറുങ്ങുവെട്ടം എത്ര മാത്രം വെളിച്ചം തരുന്നുണ്ട്. നല്ല, അതായത് കൂനാക്കൂന ഇരുട്ടിലും ആ വെളിച്ചത്തിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെതായ പ്രകാശം അത് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പലവിധ അന്ധകാരാവസ്ഥകളിലും ഈ നുറുങ്ങുവെട്ടം ഒരു അനുഗ്രഹം തന്നെയാണ്. ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ചെറിയ ചെറിയ പ്രകാശ കിരണങ്ങൾ. അതായത് ഏറ്റവും ചെറിയ പ്രകാശം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് തന്നെയാണ്. മിന്നാമിനിങ്ങിനെ പോലത്തെ ഒരു ജീവികളായിരിക്കാം വിശ്വാസ തലത്തില് നമ്മൾ ഓരോരുത്തരും. എങ്കിലും എന്താണ്, ആ പ്രകാശം അതിൻ്റെതായ ക്വാളിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഒരു വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടെയുള്ള ഓരോരുത്തരും ദൈവകൃപയുടെ വലിയ നിത്യപ്രകാശത്തിലേക്ക് കടക്കണം എന്നല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടാവോ? ഉണ്ടാവോ? ഇപ്പൊ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും, എന്തോരം അധ്വാനിച്ചാലും, എന്തോരം നമ്മൾ കഷ്ടപ്പെട്ടാലും അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ആന്തരികതയിൽ ഈ വെട്ടം ആർക്കും നശിപ്പിച്ച് കളയാൻ പറ്റില്ല, അല്ലെ? ഇപ്പൊ ഡാനിയേലച്ചൻ പറയുന്നൊരു വാക്കുണ്ട്, ഇപ്പൊ നിങ്ങൾ വചനം പഠിക്കണം, വചനം പഠിച്ച് നമ്മളത് ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ ഒരു സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ ബൈബിൾ എന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു നിയമമോ അധികാര അധിനിവേശങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിവൃത്തിയില്ല. ബൈബിൾ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വന്നാൽ നമ്മളത് കടന്നു പോകണം, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളില് ഈ വചനം ആകുന്ന വിത്തിന്റെ പ്രകാശം നമുക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ട്? കയ്യിലില്ലെങ്കിലും നമ്മളിലുള്ള പ്രകാശം ആർക്കും എടുത്തു കൊണ്ട് കളയാൻ പറ്റില്ല. പറ്റോ? പറ്റില്ല. അതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിന്റെ ഒരു അനുഗ്രഹം. അതായത് നമ്മളിലുള്ള പ്രകാശം ആകുന്ന ആ ദൈവീക സത്തയെ എന്നും പരിപോഷിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആര്? മറിയം, മാതാവ്, അല്ലെ? മാതാവ്, അല്ലെ? നമ്മള് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രകാശത്തിന്റെ ഒരു കരുണയുടെ കരം തന്നെയാണ് മാതാവ്, അല്ലെ? മാതാവ് വിചാരിച്ചാല് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷെ ഈ കരുണയുടെ നാഥയുടെ പുസ്തകത്തില് പ്രത്യേകം പറയുന്ന, മക്കളോട് സംസാരിക്കുന്നത്, എന്റെ കയ്യിൽ ഒരുപാട് കൃപകളുണ്ട്, അത് നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്കത് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് എന്താണ് അത് നീ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോ ദൈവം ഇതാണ് മാതാവിൽ കൂടിയും അതുപോലെ ജീവിത സഹനങ്ങളിൽ കൂടിയും അതുപോലെ രോഗങ്ങളിൽ കൂടിയും അപകടങ്ങളിൽ കൂടിയും ദുരിതങ്ങളിൽ കൂടിയും അപമാനങ്ങളിൽ കൂടിയും ഒറ്റപ്പെടുത്തലുകളിൽ കൂടിയും ഒക്കെ നമുക്ക് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ്? ദൈവീക സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ആനന്ദം അമ്മയ്ക്ക് എത്രത്തോളം വലുതാണെന്ന് അമ്മ ഇവിടെ വെച്ച് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ ആനന്ദം എന്ന് പറഞ്ഞാല് അമ്മ അനുഭവിച്ച, ഞാനിപ്പോ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അത്
ഒരു 90% കാര്യങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കൂടുതൽ ഷെയർ ചെയ്തേക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. വെറുതെ ഒരു ഒരു ഇമാജിൻ ചെയ്ത് പറയുന്നതല്ല. അതിലെന്തെങ്കിലും സത്യം ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഷെയർ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെയല്ല. അനുഭവങ്ങളിൽ കൂടി പറയുമ്പോൾ അത് കുറച്ചും കൂടി അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കുവാനും ഉപകാരപ്രദമാക്കി നമ്മുടെ ലൈഫുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളതായിട്ടൊക്കെ തോന്നുന്നതിനും വേണ്ടിയാണ്. സാധാരണ പച്ചയായ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ ദൈവം, അതായത് എത്ര സമ്പന്നനാണെങ്കിലും എത്ര ദാരിദ്ര്യം പിടിച്ചവനാണെങ്കിലും മനുഷ്യൻ എന്ന വ്യക്തിത്വത്തില് ഏകദേശം ഒരേപോലെയുള്ള സഹനങ്ങൾ പല സ്വഭാവങ്ങളിൽ കൂടി സാഹചര്യങ്ങൾ കൂടി സമയങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ മാതാവിന് ഈ ലോകത്ത് സംഭവിച്ച സഹനങ്ങള് ചിലപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സഹനങ്ങളായിരിക്കില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയുടെ സഹനത്തോട് ചേർന്നിരിക്കാൻ ഒത്തിരി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് അവഗണന, ഒറ്റപ്പെടല്, ദാരിദ്ര്യം, ദുരിതങ്ങള്, അതുപോലെ നിസ്സഹായത, അങ്ങനെയുള്ള സഹനങ്ങളെല്ലാം ഈ അമ്മയും ഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ളതാ, അല്ലേ? അപ്പോ ഈ സഹനങ്ങൾ നമ്മള് ചിലപ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് അത് എന്താണ്, നമ്മൾക്ക് മാതാവിനെ പോലെ അല്ലല്ലോ, നമ്മൾ സാധാരണ മനുഷ്യരല്ലേ എന്ന് ചിലപ്പോ വിചാരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള സഹനങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് അത് ഉചിതമായ ഒരു അനുഗ്രഹത്തിന്റെ സഹനങ്ങളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടാണ്, പോസ്റ്റർ കണ്ടത്. മറിയം തെറ്റിദ്ധരിക്കപ്പെട്ടതിന് ഇരയായവരുടെ അമ്മ. മറിയം തെറ്റിദ്ധരിക്കപ്പെട്ടതിന് ഇരയായവരുടെ അമ്മ. അതായത് തെറ്റിദ്ധാരണയിൽ കൂടി മനോവേദനയുടെ ദുരന്ത ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അതായത് ഇപ്പൊ നമ്മളൊരു സത്യമായിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളുടെ ഇപ്പോ നമ്മുടെ ജീവിതത്തില് അത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമർത്ഥിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരുടെ ഇടയിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ തന്നെ ജീവിക്കണം, അല്ലേ? തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന് അത് വലിയൊരു ഹൃദയ വേദനയും ഭാരവും ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോ അങ്ങനെയുള്ള വേദനയിൽ പോലും അങ്ങനെയുള്ള വേദനിക്കുന്നവരുടെ അമ്മ കൂടിയാണ് ഈ മറിയം. പ്രത്യാശയുടെ മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാ സഹനങ്ങൾക്കും പ്രത്യാശയോടുകൂടെ കാണാനായിട്ട് കഴിഞ്ഞിരുന്ന അമ്മയാണ് മറിയം. അതുപോലെ പുതിയതായിട്ട് ഇത് കരുണയുടെ അമ്മ, കരുണയുടെ നിറവുള്ള ഒരു സ്ത്രീ ഈ വ്യക്തിത്വമായിരുന്നു മറിയം. അതുപോലെ പ്രവാസികളുടെ, കുടിയേറ്റക്കാരുടെ ആശ്വാസം എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും ഇതേപോലെ കുടിയേറി പാർക്കേണ്ടി വന്നിട്ടുണ്ട് ഈജിപ്തിലെ ദേശത്തേക്ക്. പിന്നെ ഈജിപ്തിൽ നിന്നും പിന്നെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവാസിയെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട പ്രവാസ ജീവിതത്തിലും അമ്മ ജീവിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോകത്ത് വെച്ച് ഏതെല്ലാ സഹനങ്ങളോട് അമ്മയെ ചേർത്ത് വെക്കാമോ അതെല്ലാ സഹനങ്ങളോടും ചേർത്ത് വെക്കാൻ കഴിവും കൃപയും ഉള്ള ഒരു വ്യക്തിത്വമാണ്. അത്രയും സഹനങ്ങളെല്ലാം അമ്മ സ്വന്തം ജീവിതത്തിൽ കൂടി അനുഭവിച്ച് കടന്നു പോയത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മധ്യസ്ഥത്തില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സഹനങ്ങൾ എത്രത്തോളം നമ്മളെ വേട്ടയാടുന്നു എന്നുള്ളതും അതിന്റെ മേല് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടി സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ഒക്കെ വിശ്വാസ തലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മേല് അമ്മയുടെ ജീവിത പുണ്യങ്ങളുടെ യോഗ്യതയാൽ നമുക്ക് അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ അമ്മയുടെ കഴിവിന്റെ കൃപയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് അമ്മയുടെ ആനന്ദം കർത്താവിന്റെ ആനന്ദത്തോട് അത്രമാത്രം ഐക്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെയൊക്കെ ആനന്ദം എന്താണ്? സത്യം പറയണം, നമ്മുടെ ആനന്ദം എന്താണ്? നമ്മുടെ സ്വന്തമായിട്ടുള്ള ആനന്ദങ്ങൾ. അത് നമ്മുടെ വ്യക്തിപരമായ ആനന്ദം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കടബാധ്യതയിലാണെങ്കിൽ നമുക്ക് ആ കടബാധ്യത ഒന്ന് മാറിക്കിട്ടണം. അതാണ് നമ്മുടെ സമാധാനം അല്ലെങ്കിൽ ആനന്ദം. അല്ലെങ്കിൽ നമുക്ക് വീടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് വേണം എന്നുള്ളതായിരിക്കാം. നമുക്കറിയാം, മക്കളെ ഓർത്ത് വേദനിക്കുന്നതാണെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഒരു സമാധാനമായ ഒരു ജീവിതാവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു 100 ആവശ്യങ്ങളാണ്, അല്ലെ? ഇതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ ആനന്ദത്തിലേക്ക് നിറയാനായിട്ട്
ലഭിക്കുന്ന ഒരു അനുഗ്രഹം ആയിട്ടുള്ള അമ്മയുടെ പരിശുദ്ധ മറിയത്തിന്റെ ആനന്ദം. ഈ ആനന്ദത്തിലേക്ക് അതുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുക. ഈ കൂട്ടിച്ചേർക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ ആദ്യം പറഞ്ഞ ഈ പ്രതിസന്ധികളെല്ലാം കൂട്ടിച്ചേർക്കുന്നതാണ്. ദൈവം അത് അനുഗ്രഹത്താല് മാറ്റിത്തരുവാനായിട്ടും നമുക്ക് വീണ്ടെടുക്കാനോ ഇട്ടൊക്കെ ദൈവം തരുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട ആനന്ദം എന്താണ്? ദൈവിക ആനന്ദമാണ്, അല്ലെ? ദൈവിക സ്വാതന്ത്ര്യമാണ്. അവിടേക്കാണ് ഈ അമ്മ ജീവിച്ചത്. അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് അമ്മയുടെ ആനന്ദമായിരുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാല് അമ്മ അതിരൂക്ഷമായ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ ഹൃദയം വലിയ ആനന്ദത്താൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സന്തോഷത്തിന്റെ രഹസ്യങ്ങള് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാല് എവിടെയും ഒരു രഹസ്യം, 5 രഹസ്യത്തിൽ ഒരു രഹസ്യത്തിൽ പോലും സന്തോഷം എന്ന് പറയുന്ന ആ സന്തോഷത്തിന്റെ ഒരു അംശം പോലും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ, ജോയ്ഫുൾ മിസ്റ്ററി എന്നാണ്, അല്ലെ? അപ്പോ അതിലൊന്നും ശരിക്കും പറഞ്ഞ ഒന്നുമില്ല, സന്തോഷിക്കാനൊന്നുമില്ല. പക്ഷെ അതിലെല്ലാം അമ്മയുടെ വിജയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിലാണ് നമ്മൾ തിരിച്ചറിവാണ്. അതിൽ അറിവുകളുണ്ട്, പക്ഷെ അത് തിരിച്ച് നമ്മളുടെ ജീവിതത്തിലേക്കുള്ള ഒരു ദൈവീക പ്രത്യാശയുടെ അറിവിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് ഈ മറിയത്തിന്റെ വലിയ അനുഗ്രഹ കൃപ നമ്മളെ പറ്റിച്ചേർന്നിരുന്നാൽ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചന ഭാഗം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് നമുക്ക് കരുതാം. അതായത് കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആദ്യം വരുന്ന എന്താണ്? നിരാശ. പിന്നെ കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തെ പ്രശ്നം, പ്രതിസന്ധി എന്താണ്? പിന്നെന്താ വരും? പറയേ. വിഷാദം വരും, വിശ്വാസ ദുർബലത വരും, പരാതി വരും, ഇല്ലേ? പ്രാർത്ഥന കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ടുണ്ടാവും, അല്ലെ? നിരാശ വരും. നിരാശ വന്നാൽ പിന്നെ എന്ത് പറ്റും? വിശ്വാസ ദുർബലത വരും. വിശ്വാസ ദുർബലത വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രാർത്ഥനയില്ലാതാവും. പിന്നെ വരുന്ന എന്താണ്? പരാതികളായിരിക്കും, എല്ലാം പരാതികളായിരിക്കും, അല്ല? എല്ലാം എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും നാള് ഇതിനു വേണ്ടി അത് ചെയ്തല്ലേ, ഇത് ചെയ്തല്ലേ, എന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നോട് മാത്രം ഒരു സ്നേഹമില്ല. അവരൊക്കെ കണ്ടോ, അവരൊക്കെ എത്ര ഭംഗിയായിട്ട് ജീവിക്കുന്നു, അവരൊക്കെ അത് പ്രാർത്ഥിക്കുന്ന പോലില്ല, പള്ളി പോകുന്നില്ല, ദൈവ കൃപയില് ആശ്രയിക്കുന്നില്ല, ദൈവത്തെ എത്രമാത്രം നിന്ദിച്ചും നിഷേധിച്ചും യാതൊരു വിശ്വാസവും ഇല്ലാതെയൊക്കെ ജീവിക്കുന്നു. എന്നിട്ട് അവരുടെയൊക്കെ ജീവിതം കണ്ടോ എത്ര അനുഗ്രഹമാണ്, എത്രമാത്രം സുന്ദരമാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് പരാതിപ്പെട്ടിയുടെ എന്താണ് അഴി തുറക്കാൻ തുടങ്ങും. ഈ പരാതി തുറക്കാൻ തുടങ്ങിയ പിന്നെ എന്താണ്? ഈ മറ്റേ എന്താണ് ഗുണാക്കേവിലേക്ക് വീഴുമ്പോ ഒരു വീഴുന്ന അത് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ തോന്നും. പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് വീണ് പോകുന്നു. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോ അവിടെ കൂടെ ഒരു കുറേ സംഭവം ഇങ്ങോട്ട് പറന്നു വരും. എന്താണെന്നറിയോ? വവ്വാല്. കുറേ വവ്വാല് ഇങ്ങനെ പറന്ന് കേവിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തിയാളും. ഇതുപോലെയാണ് നമ്മളുടെ നിരാശയും എല്ലാം ഇങ്ങനെ വന്നു വരുമ്പോ കുറച്ച് കഴിയുമ്പോ പിന്നെ ഈ വവ്വാലിനെ പോലെയുള്ള നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്നയച്ച കുറെ പരാതിപ്പെട്ടികള് തുറന്ന് അതിന്റെ ഉള്ളിൽ കൂടി വവ്വാല് പുറത്തേക്ക് ചാടിപ്പോവും, അല്ലേ? സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് എല്ലാവരുടെയും ജീവിതങ്ങളിലുള്ള കാര്യമാണ്, അല്ലെ? വിശ്വാസം ഉണ്ടെങ്കിലും, കൃപയുണ്ടെങ്കിലും, ദൈവസ്നേഹം ഉണ്ടെങ്കിലും, ദൈവാരാധന ഉണ്ടെങ്കിലും, പ്രാർത്ഥനയുണ്ടെങ്കിലും പരാതികൾക്കൊന്നും കുറവുണ്ടാവില്ല. ഉണ്ടാവാറുണ്ടോ? പരാതിയില്ലാത്ത ഒരു ജീവിതമാണ് എന്ത് സ്തുതിയുടെ ജീവിതം. സ്തുതി ഉണ്ടാവും, സ്തുതിപ്പുണ്ടാവും. അതായത് എല്ലാത്തിനും നന്ദി ഉണ്ടാവും, സ്തുതിപ്പ് ഉണ്ടാവും, ആരാധന ഉണ്ടാവും. പരാതികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ എന്തൊക്കെ കുറയും? ആദ്യം
എന്തു പറയും, പരാതികൾ വന്ന് തുടങ്ങുമ്പോ നമുക്ക് മടുപ്പ് തോന്നും. മടുപ്പ് തോന്നിക്കഴിഞ്ഞാല് ദൈവത്തോടുള്ള ആരാധന കുറയും. അതുപോലെ ദൈവത്തോടുള്ള സംഭാഷണം കുറയും. പിന്നെ നമ്മൾ പതുക്കെ വലിഞ്ഞ് അവസാനം ഒന്നുമില്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് പോകും. പലർക്കും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ രണ്ടുമൂന്ന് പേരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, രോഗങ്ങളാണ്. പ്രശ്നം മാറിയിട്ട് നേരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ ഈ ഇങ്ങനെ വയ്യ 100 കാര്യങ്ങൾക്ക് വയ്യാഴികയുണ്ട്. ആർക്കാ വയ്യാത്തത്? ആർക്കെങ്കിലും വയ്യാഴിക ആർക്കെങ്കിലും ഇല്ലാതെ ഉണ്ടോ? ഇപ്പൊ ഇതിലുള്ളവർക്ക് ആർക്കെങ്കിലും വയ്യാഴിക ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നില്ലേ? വയ്യാഴിക ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നില്ലേ? എല്ലാവർക്കും വയ്യാഴികയുണ്ട്. കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. റെസ്പോൺസ് ഭയങ്കരമായിട്ട് ഡിലേ വരുന്നത്. അതായത് ആർക്കെങ്കിലും വയ്യാഴിക ഇല്ലാത്തവരുണ്ടോ? എല്ലാവർക്കും പല വയ്യാഴികയുണ്ട്. സാഹചര്യങ്ങള് നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ തുറന്ന വാതിലുകൾ പോലെ നമുക്ക് വേണ്ടി ഇങ്ങനെ സുഭിക്ഷമായ വാതിലുകളോ സൗകര്യപ്രദമായ വാതിലുകളോ ഒന്നും നമുക്ക് ഇല്ല. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പക്ഷെ എങ്കിലും നമ്മളുടെ അധ്വാനവും ആഗ്രഹവും കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത്. അല്ലെ? ഞാനിപ്പോ ഈ പ്രാവശ്യം ഈ നമ്മുടെ മലയാറ്റൂര് പോയപ്പോഴേക്ക്, ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ മലയാറ്റൂര് മല കയറാമോ. കാരണം അന്നത്തെ 2 ദിവസം എനിക്ക് ഭയങ്കരമായ ബോഡി പെയിൻ ആയിരുന്നു. അതെല്ലാം കുറേ പണികളുണ്ടായിരുന്നു. അപ്പൊ ഈ ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ട് വരും. പിന്നെ കൈവേദന, കാലുവേദന, നടുവേദന, ഇല്ലാത്ത വേദനകളൊന്നുമില്ല. അപ്പോഴാണ് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ശ്വാസം അടക്കി പിടിച്ചാണ് നമ്മൾ പലപ്പോഴും ഓരോ ജോലികൾ ചെയ്ത് തീർക്കണത്. പിന്നെ നമ്മള് ഈ അവസ്ഥയില് നമ്മള് യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ വയ്യ. പിന്നെ ഞാനപ്പുറത്ത്, ദൈവമേ, ഇവിടം വരെ വന്നിട്ട് താഴ്ത്ത് തന്നെ അങ്ങനെ ഇരിക്കാൻ ഒരു ഭയങ്കര. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. കാരണം അന്നേരം സർജറി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. എന്തായാലും എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാനിത് ഇവരോട്ട് പോയിട്ട് അങ്ങനെ താഴ്ത്തേന് ഇരുന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും എനിക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ വരെ പോവുക എന്നുള്ളത് ഒരു നേർച്ചയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാധിക്കുന്ന പോലെ തോമാശ്രീയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മരിക്കുന്ന വരെ സാധിക്കുന്ന വർഷങ്ങളിലെല്ലാം വരണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ഇന്നവരെ അങ്ങനെ അന്ന് പറഞ്ഞ് പിന്നെ എല്ലാ വർഷവും പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഇതായത് കാരണം അങ്ങനെ. അപ്പൊ ഈ പ്രാവശ്യം പോയപ്പോഴേക്കും എനിക്ക് അതിൻ്റെതായ ഈ ഓപ്പറേഷൻ ചെയ്തതിന്റെ ബാഡ് എഫക്റ്റുകളൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഓടി നടക്കണോണ്ട് ഒരു അത്യാവശ്യ കാര്യം വരുമ്പോഴായിരിക്കും ചിലപ്പോ അതെല്ലാ പ്രശ്നവും കൂടി ഒരുമിച്ച് വരുന്നത്. ശരീരം മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നിയത്. ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ആ മല കയറിയത്. അത്രയും മല ഉയരത്തിലേക്ക് കയറാൻ എനിക്ക് സാധിച്ചത്. അതുപോലെ ഇറങ്ങി വരാനും. സാധാരണ എനിക്ക് കയറുമ്പോ ഭയങ്കര കതപ്പും വിയർപ്പും നെഞ്ചിടിപ്പും ഒക്കെയാണ്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ അത്രയും വലിയ നെഞ്ചിടിപ്പോ അത്രയും വലിയ കതപ്പൊന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതം. ഞാൻ എത്രയും വയ്യാണ്ടാണ് വന്നത് തന്നെ. പക്ഷെ എനിക്ക് സാധാരണ അവസ്ഥയിൽ കയറാൻ പറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് കയറാൻ പറ്റിയല്ലോ. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കയറി ഇറങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ നന്ദി പറയും. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എനിക്ക് തന്നെ ഒരു മിറാക്കിളായിട്ടാണ് തോന്നിയത്. അപ്പൊ നമുക്ക് അസാധ്യമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ നിസ്സഹായതയിലെ മുമ്പില് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എത്രത്തോളം അതിനോട് താല്പര്യത്തോടുകൂടെ നോക്കിക്കാണുന്നോ അത്രത്തോളം നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ എല്ലാം പോട്ടെ, ഇത് ദൈവിക കാര്യമാണ്. നമ്മള് നോർമൽ ലൈഫില്
ഒരമ്മ എന്ന് വെച്ച് നമ്മളുടെ വീട്ടില് സർവ്വ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പനിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മൾ എന്ത് ചെയ്യും? പനിയായിട്ട് കുടഞ്ഞുകൂടി കിടക്കുവോ അവിടെ? എത്ര നേരം കിടക്കും അല്ലേ? നമ്മളെ എങ്ങനെയെങ്കിലും വലിഞ്ഞഴഞ്ഞ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെങ്കിലും ചെയ്യും അല്ലേ? ചെയ്യൂലേ? ആ, നമ്മൾ എങ്ങനെയെങ്കിലും എഴഞ്ഞു വലിഞ്ഞാണെങ്കിലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളിൽ, കുടുംബത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യും. അതെന്തുകൊണ്ടാണ്? വേണമെങ്കിൽ കിടക്കാം, പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും അതിന് അനുവദിക്കുന്നില്ല. അത് ഭൗതിക തലത്തിൽ അത്യാവശ്യ മേഖലയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൽ അത്യാവശ്യമായി മാറുമ്പോഴാണ് അവിടെയും ദൈവത്തിന്റെ സഹായം നമുക്ക് ശക്തമായി. അപ്പൊ നമ്മുടെ ശാരീരികമായ നോർമൽ ലൈഫില്, സാധാരണ ഭൗതിക ജീവിതത്തില് ജീവിക്കുന്നെങ്കിലും ഇപ്പൊ ചിലപ്പോ ഇപ്പൊ പനിയൊന്നും പോട്ടെ, അതിനെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മാനസികമായ വിഷമം, ഭയങ്കര ഹൃദയഭാരവുമായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ നടക്കുമ്പോ നമ്മളെ കാണുന്നവരാരും അറിയുന്നില്ല നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം. പക്ഷെ നമ്മളെ കാണുന്നവരറിയുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വലിയൊരു ഭാരമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളത് ചെയ്യണം. ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഹൃദയഭാരമായിട്ടാണ്, അപ്പൊ ഇന്ന് ഞാൻ ലീവ് എടുക്കണ്ട, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിക്കോന്നേ പറയൂ അല്ലേ? അതിന് കുറച്ച് വഴക്കും കേൾക്കും ചിലപ്പോൾ. അപ്പോ എന്താണ് നമ്മളുടെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ ചെയ്യുക എന്നുള്ളത്, അത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് അല്ലെ? ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ഇതുപോലെ തന്നെ ധാർമ്മിക ഉത്തരവാദിത്വത്തില് എന്തുണ്ട്? ആത്മീയ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ? ഉണ്ടോ? നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വവും ധാർമ്മിക ഉത്തരവാദിത്വം പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ആൾക്കാരാണ് മനുഷ്യര്. പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് ഏറ്റവും അപകടം എന്ന് പറഞ്ഞാല് നമ്മുടെ ആത്മാവാണ് ഈ ശരീരത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതെന്ന് പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് എന്താ ആത്മാവ് ഒരുപാട് പെയിൻഫുൾ ആയിട്ടാണ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് അല്ലേ? ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും എന്താണ് ചില സമയങ്ങളിലൊക്കെ ഇന്ന് തന്നെ എനിക്ക് ഇന്ന് ശനിയാഴ്ച എല്ലാ ആളുകൾ കുറവാണ്, എനിക്കാണ് തൊണ്ടവേദനയുണ്ട്, എന്നാ ഇന്ന് വടക്കോട് എടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് പേടിയായി, അയ്യോ ഞാൻ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ, കർത്താവല്ലേ തീരുമാനിക്കണത് എന്ന് വിചാരിച്ച് ഞാൻ വേഗം സിസ്റ്റം ഓണാക്കിയപ്പോ സിസ്റ്റം ഡിലേ വന്നു. അപ്പം എന്താണ്, നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും എന്ത് ചെയ്യണം? അതിനോടുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, ധാർമ്മിക ചുമതലയോടുകൂടെ നമ്മൾ ചെയ്യണം. അത് ഏത് മേഖലയിലാണെങ്കിലും, അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത്, കമ്മിറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാതിരിക്കുമ്പോ നമ്മുടെ ആത്മാവിന്റെ മേല് എന്തുണ്ട്? പിശാചിന് അവകാശമായി മാറുന്നുണ്ട് അല്ലേ? പിശാചിന് അധികാരവും അവകാശവും വരുന്നുണ്ട്. അപ്പോ ഇത് ഈ വചനമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന അനേകം മഹത്വത്തോട് തുലനം ചെയ്യുമ്പോ നമ്മൾ ഇന്ന് സഹിക്കുന്ന സങ്കടങ്ങളും വേദനകളൊക്കെ വളരെ നിസ്സാരമാണ് അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ വെച്ച് നമ്മൾ അതിനെയൊക്കെ തഴഞ്ഞ് അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് എല്ലാവർക്കും എക്സ്ക്യൂസ് ആണ്. ഇന്നിപ്പോ ഞാന് പലരോടും പുലോകത്തിന്റെ വിജയരാജ്ഞിയുടെ ജപമാല ഗ്രൂപ്പില് കുറെ പേരുണ്ടല്ലോ, കുറെ പേര് ഇന്നാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഒരു മിറാക്കിൾ പോലെ തോന്നിയ കാര്യം എന്ന് വെച്ചാല്, ഞാൻ രാവിലെ എന്റെ പ്രഷ്യസ് ബ്ലഡിന്റെ പ്രെയർ കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പും കയറി ഇറങ്ങി വരുമ്പോ തന്നെ ഒരു നേരം കഴിയും. അപ്പോഴേക്കും എന്റെ പ്രെയർ ടൈമും അല്ലാത്ത കാര്യങ്ങളൊക്കെ. പക്ഷെ മാതാവ് ഇന്ന് തന്നെ ഒരു കാര്യം ഞാൻ ഒഴിവാക്കിയിട്ട് വെച്ചൊരു കാര്യമാണ്. പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുകയാണ്, നീ ഇതിലുള്ള ഓരോരുത്തരും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടണം എന്ന്, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം എനിക്കറിയില്ല, പെട്ടെന്ന് അങ്ങനെ മാതാവ് അങ്ങനെ ഇന്ന് വരെ ഞാനിങ്ങനെ എന്നോട് തന്നെ, അയ്യോ ഞാനാരാണ് അങ്ങനെ ചോദിക്കാൻ? ഞാൻ ആരുമല്ല. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരുടെ സ്വാതന്ത്ര്യമാണ്, എല്ലാം അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് എന്നോട് മാതാവ് പറഞ്ഞു, നിനക്ക്
നീ ഇത് ചെയ്യണം. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും പേഴ്സണലി മെസ്സേജ്. 8:30 തുടങ്ങി 10:30 വരെ ഞാൻ ഇരുന്നു. എനിക്ക് 2 മണിക്കൂർ അങ്ങനെ പോയി. അപ്പൊ ഞാനിങ്ങനെ മാതാവ് പറഞ്ഞു എന്റെ സമയം ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു. 10:30 കഴിയുമ്പോൾ നമുക്ക് 11 മണിയുടെ പ്രെയർ ഉണ്ട്. അതിനിടെ കുറച്ച് സമയം മാത്രമേ എനിക്ക് എന്റെ രാവിലത്തെ പണികൾ ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ. അപ്പോ ഇന്ന് വരെ ഞാനത് വേണ്ട, പോട്ടെ വേണ്ട, അവരിഷ്ടമനുസരിച്ച് അവർ ഇരിക്കട്ടെ എങ്കിലും ഞാൻ അവരെ ചോദിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും മെസ്സേജ് ഇട്ട് ചോദിച്ചത്. അപ്പോ പലരും കുറെ പരാതികളും പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയർ റിക്വസ്റ്റും അത് ഇത് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഇട്ട് തന്നു. ചിലവർക്ക് ഇനാക്റ്റീവ് ആകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റുന്നില്ല ചില സാഹചര്യം കൊണ്ട്. പക്ഷെ നമ്മൾ എവിടെയും വെറുതെ കയറിയിരിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില്, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പൊ ഒരു കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളില് നമ്മളൊരു സ്ഥലം നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടെ യൂസ്ലെസ് ആയിട്ട് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ആ ടൈം നമ്മുടെ യൂസ്ലെസ് ആയിട്ട് മാറും. യൂസ്ഫുൾ അല്ലാത്തൊരവസ്ഥയെ നമ്മൾ യൂസ്ലെസ് ആണത്, ഇല്ലേ? ആണോ? നമ്മൾ യൂസ്ഫുൾ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അതൊരു യൂസ്ലെസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെയാണ് ദുരുപയോഗം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ തന്നെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് നമ്മൾ മത്സരിക്കുകയാണ്. നമ്മൾ അതിനോട് കമ്മിറ്റഡ് ആകാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അതിൽ നിന്നും പുറപ്പെടുന്ന ഒരു അനുഗ്രഹം, അതിന്റെ ഒരു ബ്ലെസ്സിങ്, അതിന്റെ ഒരു ദൈവീക ഇടപെടലുകള് നമ്മളായിട്ട് തന്നെ ദുരുപയോഗം ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കണത്? കഷ്ടതകള് നമുക്ക് പിടിക്കാനും കഷ്ടതകളെ മാനേജ് ചെയ്യാനുള്ള ഒരു ആന്തരികമായ ഒരു ശക്തി ഉണ്ടാവില്ല, അല്ലെ? കഷ്ടതകൾ വരുമ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസ ദുർബലത ഉണ്ടാകും, നിരാശ വരും, പിന്നെന്ത് വരും? വിശ്വാസമില്ലായ്മ, പരാതികൾ, പ്രാർത്ഥന കുറയും. പിന്നെന്താണ്? പരാതി പറച്ചിലുണ്ടാവും, അല്ലെ? ഒരുപാട് പരാതികളായിരിക്കും, പല എക്സ്ക്യൂസുകൾ വരും. എന്തുകൊണ്ടാണ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ചെയ്യുവാനായിട്ട് നമ്മള് ഒഴിവാക്കിക്കളയുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെ നമ്മൾ ഒഴിവാക്കിക്കളയുന്നതിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് നമ്മളെ എടുക്കേണ്ടി വരുന്ന കുരിശുകൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുന്നത്, ഭാരം കൂടി വരുന്നത്, അല്ലേ? ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് ഈ ഭൂമിയിൽ വളരെ കംഫർട്ടായിട്ട് ജീവിക്കുന്നത്? ആരും അങ്ങനെ ജീവിക്കുന്നില്ല. എല്ലാവരും അവരവരുടേതായ ജീവിതങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലും വേദനകളിൽ കൂടി നിസ്സഹായതയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഒക്കെയാണ് ജീവിക്കുന്നത്. ആരും വളരെ കംഫർട്ടല്ല ഈ ഭൂമിയിൽ, ഈ ലോകത്തൊരിക്കലും ആരും കംഫർട്ടല്ല. യേശു കംഫർട്ടായിരുന്നോ? അല്ല. പരിശുദ്ധ അമ്മ കംഫർട്ടായിരുന്നോ? അല്ല. സകല വിശുദ്ധരും ഈ ഭൂമിയിൽ കംഫർട്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ എങ്ങനെ കംഫർട്ട് ആവണത്, അല്ലെ? എന്താ കാര്യം? ഇതിന്റെ ഉള്ളിൽ കൂടി വെളിപ്പെട്ട് കിട്ടാനിരിക്കുന്ന അനുഗ്രഹത്തെ നമ്മള് പ്രത്യാശയോടെ കാണുമ്പോൾ മാത്രമേ നമുക്ക്, അതായത് നമ്മളിവിടെ ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നവും പ്രതിസന്ധിയോ അപമാനങ്ങളോ ഒക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര പ്രയാസമാണെങ്കിൽ നമ്മള് മരിക്കുമല്ലോ എന്തായാലും. ഈ ഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കില്ല, എപ്പോഴായാലും മരിക്കും. ഈ മരിച്ചു കഴിയുമ്പോ ഇവിടുന്ന് നമ്മളെ ചോദ്യം ചെയ്യുന്ന പോലെയല്ല, ദൈവത്തിന്റെ മുഖം പോലും നമുക്ക് നോക്കാൻ പറ്റാത്ത വിധത്തില് അത്രമാത്രം നമ്മൾ ദുഃഖഭാരവും പാപഭാരവുമായ ദൈവത്തിന്റെ മുമ്പിൽ നോക്കിക്കേണ്ടി വരും. മാത്രമല്ല, നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ഈ ഭൂമിയിൽ നമുക്ക് ചിലപ്പോ ഇങ്ങനെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ഒരു പ്രശ്നമുണ്ടോ, ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊരു പ്രെയർ റിക്വസ്റ്റ് എങ്കിലും പറയാം, അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ആരോട് പറയും പ്രെയർ റിക്വസ്റ്റ്? ആരോടെങ്കിലും പറയോ? ആരുമില്ല. നമ്മളും നമ്മുടെ ആത്മാവും, നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും മാത്രം. പിന്നെ മുമ്പിലുള്ളത് ആരാ? ദൈവം. പിന്നെന്താ? നമ്മളെ പിടിവലി കൂടാനായിട്ട് പിശാചും ഉണ്ടാവും, അല്ലെ?
ഒരാളും ഉണ്ടാവൂല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മള് ദുർബലമായി നമ്മളെ തന്നെ ഉന്തിത്തള്ളി നിത്യനരകത്തിലേക്ക് നമ്മളുടെ ആത്മാവിനെ ശരീരത്തെ നമ്മൾ തന്നെ ഉന്തിക്കൊണ്ടു പോണത്. അല്ലാണ്ട് വേറെ ആരുമല്ല. ദൈവവും വരില്ല, പിശാചും വരില്ല. നമ്മളുടെ സ്ഥലം അവിടെയാണ്. ഇപ്പൊ നമ്മള് പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ തോറ്റതായിട്ട് തന്നെയാണ്, അല്ലെ? തോറ്റതായിട്ട് തന്നെയാണ്. അതുപോലെ ജീവിതത്തിലും തോൽവിയാണെങ്കിൽ തോൽവിക്കാരനാണ്, തോൽവിയാണ്. ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയത്തിന്റെ സ്ഥലത്തേക്ക്, തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റ സ്ഥലത്തേക്ക്. അതുപോലെ നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ വലിയ നിക്ഷേപമൊന്നും ഇല്ലെങ്കിൽ തോൽവിയാണ് നമ്മുടെ ജീവിതം. എന്തെങ്കിലും നിക്ഷേപം ഉണ്ടെങ്കിൽ വിജയമാണ്. അപ്പോ എന്താണ് ഈ ഭൂമിയിൽ കിട്ടാനായിട്ട് ഒരുപാട് അവസരങ്ങളും നിക്ഷേപങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെ ഈ എവിടെ കൂടിയാ വരുന്നത്? ഭൂമിയില് നമുക്ക് കിട്ടുന്ന നിസ്സാര സങ്കടങ്ങളാകുന്ന ജീവിതയാത്രയിൽ കൂടി കടന്നു പോകുന്ന ഒന്നും തന്നെ വേസ്റ്റ് അല്ല. അത് എന്താണ്? വെളിപ്പെട്ട് കിട്ടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചേർത്ത് വെക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ചൂട് അനുഭവിക്കണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെച്ചൊക്കെ ഇത്തിരി എന്തെങ്കിലും പൊള്ളുന്ന തരത്തിൽ വേദന അല്ലെങ്കിൽ ശാരീരികമായ രോഗാവസ്ഥകളെല്ലാം കടന്നു പോകുമ്പോൾ ഇപ്പൊ എന്റെ മോന് വെൽഡിങ്ങിന്റെ ജോലിയാണല്ലോ. അപ്പൊ അവൻ ഇങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോഴൊക്കെ ദേഹത്ത് ഇങ്ങനെ വീണ് നല്ല സുഖമായിരുന്നു എന്ന് പറയും. എന്നെ കളിയാക്കിക്കൊണ്ട് പറയും. ഞാൻ പറയും, നീ അപ്പൊ തന്നെ ശുദ്ധീകരണാത്മാക്കൾ കൊടുത്തു. അവർക്ക് മിഠായി പോലെയാണ്. അവർക്ക് അത് നീ ചെയ്യുമ്പോ തന്നെ അങ്ങനെ എന്താണ്, നല്ല വേദനയായിരിക്കും. കവറോളിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ചിലപ്പോ ഒരു തുള്ളി വീഴും. ചിലപ്പോ ഈ ചെയ്യുന്നതിന്റെ ആ ഒരു ശ്രദ്ധയിൽ ചിലപ്പോ ഈ വീഴുന്നതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴായിരിക്കും പുള്ളിയതൊക്കെ ചിലപ്പോ അറിയണത്. അപ്പൊ അവരുടെ ജോലിയുടെ ഭാഗമായത് കൊണ്ട് അവരത് അത് അനുഭവിക്കണം. അപ്പോ എന്തായാലും അനുഭവിച്ചു, നീ എന്തായാലും സഹിക്കണേണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നീ ശുദ്ധീകരണ കൊടുത്തോ എന്ന് പറയും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ആശ്വാസവും നമ്മളുടെ ആത്മാവിന്റെ ചെറിയൊരു തുണ്ടെങ്കിലും പാപകടത്തിന്റെ മേല് ദൈവം കരുണ കാണിക്കും. അപ്പൊ എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്തും സാഹചര്യത്തിലൊക്കെ നന്നായിട്ടൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഉപദ്രവമായി മാറും. അപ്പൊ ആരാ ശരിക്കും നമുക്ക് ഉപദ്രവം ഉപകാരമൊക്കെ ആക്കി മാറ്റുന്നത്? നമ്മൾ തന്നെയാണ്. നമുക്ക് ഉപകാരം വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് ഉപദ്രവമാക്കണോ എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും ജീവിക്കേണ്ടതും. അത് തിരിച്ചറിയുവാനുള്ള ദൈവീയ കൃപയ്ക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി